അനിൽ ചൗഹാൻ സംയുക്ത സൈനിക മേധാവിയായി തുടരും. 2026 മെയ് 30 വരെ CDSന്റെ കാലാവധി നീട്ടി നൽകിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ജനറൽ ബിപിൻ റാവത്തിന് ശേഷം ഈ പദവിയിലെത്തുന്ന രണ്ടാമത്തെ സൈനിക ഉദ്യോഗസ്ഥനാണ് ജനറൽ അനിൽ ചൗഹാൻ. ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, എന്തായാലും അനിൽ ചൗഹാന്റെ കാലാവധി നീട്ടാനുള്ള സാഹചര്യം എന്താണ്? വിശദാംശങ്ങൾ ശ്രീകാന്ത്. അനിൽ നമ്പർ, ഈ ഓപ്പറേഷൻ സിന്ദൂർ അടക്കം ഉള്ള സമയങ്ങളിൽ വലിയ സ്ട്രൈക്ക് റേറ്റ് CDS എന്ന നിലയിൽ അനിൽ ചൗഹാൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ആക്രമണങ്ങളെ കൃത്യമായി പ്രതിരോധിക്കുന്നതിനും തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനുമൊക്കെ CDSന് സാധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് അത്രയധികം ഹൈ ലെവലിലാണ് നിൽക്കുന്നത്. മാത്രമല്ല, സെൻട്രൽ ഗവൺമെന്റുമായി വളരെ നന്നായി യോജിച്ചു പോകാൻ അനിൽ ചൗഹാന് സാധിക്കുന്നുമുണ്ട്. ഇങ്ങനെ പല ഘടകങ്ങളുണ്ട് അദ്ദേഹത്തെ വീണ്ടും കാലാവധി നീട്ടി നൽകുന്നതിന്. അപ്പോൾ കേന്ദ്ര സർക്കാർ കാലാവധി നീട്ടിയിരിക്കുന്നു. 2026 മെയ് 30 വരെ അദ്ദേഹത്തിന് CDS സ്ഥാനത്ത് തുടരാം. 2022 സെപ്റ്റംബർ 30-നായിരുന്നു അനിൽ ചൗഹാൻ CDS ആയി ആദ്യം ചുമതലയേൽക്കുന്നത്. ഇന്ത്യൻ സായുധ സേനയുടെ രണ്ടാമത്തെ CDS ആണ് അദ്ദേഹം. 2021 കൂനൂരിൽ ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്ന് ജനറൽ ബിപിൻ റാവത്ത് മരിച്ചതിന്റെ പിൻഗാമിയായാണ് അദ്ദേഹം CDS സ്ഥാനത്തേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന് വിശിഷ്ട സേവാ മെഡൽ, ഉത്തം യുദ്ധ സേവാ മെഡൽ, അതിവിശിഷ്ട സേവാ മെഡൽ, സേനാ മെഡൽ, വിശിഷ്ട സേവാ മെഡൽ എന്നിവയടക്കം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. DGMO ആയിരുന്നു, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ആയിരുന്നു അദ്ദേഹം. അങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അതുല്യനായ സൈനിക ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. സ്വാഭാവികമായി അദ്ദേഹത്തിന് കാലാവധി നീട്ടി നൽകി. അദ്ദേഹത്തിന്റെ യുദ്ധമേഖലയിലെ പ്രാവീണ്യവും ഒരുപക്ഷെ ഗവൺമെന്റ് കണക്കിലെടുത്തിട്ടുണ്ടാകണം. ജനറൽ അനിൽ ചൗഹാൻ സംയുക്ത സൈനിക മേധാവിയായി തുടരും. 2026 മെയ് 30 വരെ CDSന്റെ കാലാവധി നീട്ടി നൽകിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ജനറൽ ബിപിൻ റാവത്തിന് ശേഷം ഈ പദവിയിലെത്തുന്ന രണ്ടാമത്തെ സൈനിക ഉദ്യോഗസ്ഥനാണ് ജനറൽ അനിൽ ചൗഹാൻ. ഡൽഹിയിൽ നിന്നും ശ്രീകാന്താണ് വിശദമായ വാർത്ത നൽകിയത്.